സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. ക്രിസ്തു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അനന്യവചനം. ക്രിസ്തു നമ്മുടെ 102 പാരഗ്രാഫ് CCCയിലെ, അതിനുശേഷം നമ്മൾ 103 വരുന്നു. 103 ഖണ്ഡികയിൽ നമ്മൾ പഠിക്കുന്നത്, ഇക്കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ കണ്ടോ, കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു. വിശുദ്ധ ഗ്രന്ഥം കാരണം ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും ഏകമേശയിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുന്ന ജീവൻ്റെ അപ്പം വിശ്വാസികൾക്ക് അനവരതം നൽകുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. അപ്പോൾ ഇത് വിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പാരഗ്രാഫ്. വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ, വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ ആദരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ ഒരേ അൾത്താരയിൽ നിന്ന് വചനവും ഈശോ തന്നെയാകുന്ന വചനവും ഈശോ തന്നെയാകുന്ന ഈശോയുടെ ശരീരവും സ്വീകരിക്കുന്നു. പേജ് 32, 103 ഖണ്ഡിക. അപ്പോൾ സഭ വിശുദ്ധ ഗ്രന്ഥത്തിന് അത്രയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു. കാരണം വചനം ദൈവം തന്നെയാണ്. ദൈവത്തോടുകൂടി ദൈവമായിരുന്നവൻ. വചനം ദൈവം തന്നെയാണെന്ന് മാത്രമല്ല, ദൈവത്തോടു കൂടെയുള്ള ദൈവമാണ് വചനം. ആദിയിൽ ഉണ്ടായ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. അതുകൊണ്ട് ദൈവത്തോടു കൂടെ ആയിരുന്ന ദൈവം ആണ് വചനം. ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും ഏകമേശയിൽ നിന്ന്, അതാണ് അൾത്താര, ബലിപീഠം, ഏകമേശയിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുന്ന ജീവൻ്റെ അപ്പം വിശ്വാസികൾക്ക് അനവരതം നൽകുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. ഇനി ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന പാരഗ്രാഫുകൾ 1100, 1184, 1378 ഇതെല്ലാം ആ വേദിയിൽ വചനത്തിന് നടക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ചാണ്. 1100 നമുക്ക് വായിക്കാം. ദൈവവചനം. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് ജീവൻ നൽകിക്കൊണ്ട് സമൂഹത്തെ രക്ഷാസംഭവത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു. രഹസ്യത്തെക്കുറിച്ച് ഉള്ള പ്രബോധനമാണ് ദൈവവചനം. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് ജീവൻ നൽകിക്കൊണ്ട് സമൂഹത്തെ രക്ഷാസംഭവത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നത് സ്വീകരിക്കപ്പെടുകയും ജീവിതത്തിൽ പകർത്തപ്പെടുകയും ചെയ്യേണ്ടതിനാണ്. വിശുദ്ധ കുർബാനയിലെ ദൈവവചന ശുശ്രൂഷയ്ക്ക് ഉള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ലിറ്റർജിയുടെ ആഘോഷത്തിൽ വിശുദ്ധ ലിഖിതത്തിന് പരമപ്രാധാന്യമുണ്ട്. ദൈവജനം തന്നെ മനസ്സിലാക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുന്ന പുരോഹിതനോട്, ഇടവക വികാരിയോട് ഈ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ പ്രകടിപ്പിക്കാം. അതിന് മറിച്ചും പ്രകടിപ്പിക്കാം. ചിലവർ ചിലപ്പോൾ പറയാം, അച്ചോ സമയമില്ല, പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാണ്, അത് ചെയ്യാനുള്ളതാണ്, ഇത് ചെയ്യാൻ, അതുകൊണ്ട് ഇത്ര നീട്ടി കുർബാന ചെല്ലണ്ട, പ്രസംഗമൊന്നും പറയണ്ട, എങ്ങനെയെങ്കിലും വേഗം അങ്ങ് കുർബാന. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും വേഗം കുർബാന അർപ്പിച്ച് ആ യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ച് അങ്ങ് ഓടുകയാണ്. അതല്ല കുർബാന. വിശുദ്ധ കുർബാനയിൽ ദൈവവചനവും യേശുവിൻ്റെ ശരീരത്തിനും ഒരേ പ്രാധാന്യം കൊടുക്കണം എന്നാണ്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ശുഷ്കിച്ച അവസ്ഥയുടെ ഒരു കാരണം. നമ്മൾ ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല.
അത് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിലാണ്. അതാണ് ആദ്യം 103-ാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കേട്ടത്. ഇക്കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു. കാരണം ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും ഏകമേശയിൽ നിന്ന്, അതാണ് ആ ബലി അർപ്പണത്തിൽ, ആ മേശയിൽ നിന്ന് തന്നെ ബ്രേക്കിംഗ് ദ വേർഡ്, ദൈവവചനത്തെ മുറിച്ച് നമുക്ക് നൽകുന്നു. അതാണ് വചനം പ്രഘോഷിക്കുകയും വചനത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തെ നമുക്ക് മുറിച്ച് നൽകുന്നതിൽ നമ്മൾ വിജയിക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ സമയമില്ല, അതുകൊണ്ട് ദൈവവചനം മുറിക്കാൻ സമയമില്ല, വേഗം എങ്ങനെയെങ്കിലും കുർബാന ചെയ്ത് ഈശോയുടെ ശരീരം സ്വീകരിച്ച ഓടാം. കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നത് മാത്രമല്ല, ഈശോയുടെ ജീവിത ബലിയാണ്. ഈശോയുടെ ജീവിത ബലിയിൽ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം മനസ്സിലാക്കി, ഈശോയുടെ ജീവിത ബലി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈശോയുടെ ജീവിത ബലിയിൽ പിതാവിനോടൊപ്പം ഒന്നായിരുന്ന വചനം മനുഷ്യനായി അവതരിച്ചു. ഇതാ ദൈവം ഭൂമിയിൽ, ഭൂമി സ്വർഗത്തിൽ. അതാണ് ബലിയുടെ ആദ്യ ഭാഗം. ദൈവത്തോടൊപ്പമായിരുന്നവൻ തന്നെ ദൈവത്തോടൊപ്പമായിരിക്കുന്ന കാര്യമായി പരിഗണിക്കാതെ തന്നെ താഴ്ത്തി അവിടെ ബലി ആരംഭിച്ചു. ദൈവവചനം മനുഷ്യനായതോടെ ബലി ആരംഭിച്ചു. ദൈവവചനം മനുഷ്യനായി, ആ മനുഷ്യൻ 30 വർഷം ഇവിടെ ജീവിച്ചു. രഹസ്യ ജീവിതം, പിന്നെ പരസ്യ ജീവിതം. ആ പരസ്യ ജീവിതം മുഴുവനും എന്തായിരുന്നു? ദൈവവചനം മുറിച്ച് നൽകുക. രഹസ്യ ജീവിതം എന്തായിരുന്നു? ദൈവവചനം ഈശോയുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് സങ്കീർത്തനങ്ങളിലൂടെയും പഴയ നിയമം മുഴുവനും ഈശോ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതെപ്പോൾ പൂർത്തിയാകും? ഇതെങ്ങനെ പൂർത്തിയാകും? ഇങ്ങനെ ഓരോ നിമിഷവും ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ പ്രാർത്ഥിച്ചിരുന്നതെല്ലാം സങ്കീർത്തനങ്ങളിലൂടെയായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വചന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പഴയ നിയമം, സങ്കീർത്തനങ്ങൾ, പുതിയ നിയമം, കണ്ടോ? ആ ഒരു ഓർഡറിലൂടെ ദൈവവചനത്തെ തന്നെ നമുക്ക് മുറിച്ചു നൽകുകയാണ്. ഓരോ ദിവസത്തെയും സുവിശേഷം, സങ്കീർത്തനം, ലേഖനം, പഴയ നിയമ വായനകൾ, ഇത് തമ്മിൽ ഒരു വളരെ മനോഹരമായ ഒരു ലയനമുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരു ദിവസം ഏശയ്യായിൽ, ഇപ്പോൾ ഏശയ്യാ 7:14 കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും ഇതാണ് വായിക്കുന്നതെങ്കിൽ, ഞാൻ ഇതാ എൻ്റെ മകനെ ജന്മം കൊടുക്കുന്നു എന്ന് ഉള്ള സങ്കീർത്തന ഭാഗമായിരിക്കും. അതിനുശേഷം സുവിശേഷം അതേ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ജനനമായിരിക്കും. അപ്പം ഇങ്ങനെ ഈ ദൈവവചനത്തിൻ്റെ അകത്തുള്ള ഈ ലയനം എല്ലാം കുർബാനയിലെ ആ ദൈവവചനം രക്ഷാകര പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് തരുന്ന വലിയൊരു ഭാഗമാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയും. എന്നാൽ ആ ഉറവിടവും ഉച്ചകോടിയിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് വചന ശുശ്രൂഷയ്ക്കാണ്. പ്രത്യേകിച്ച് സീറോ മലബാർ ആരാധനാക്രമത്തിൽ ഈ വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആണ് ആ വചന ശുശ്രൂഷയ്ക്ക് മുൻപുള്ള പ്രാർത്ഥനകൾ. അതിലൊരു പ്രാർത്ഥനയാണിത്. സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ. ഇത് വചന ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഓരോ വചന വായനയ്ക്ക് മുമ്പ് പിന്നെ നമ്മൾ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മൾ ഒരുക്കുന്നു. അമ്പരമനവരതം ദൈവമഹത്വത്തെ, ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഈ വാനവിധാനങ്ങൾ? തൻ കരവിരുതല്ലോ. എന്താണ് കരവിരുതെന്ന് പറയുന്നത്? തൻ്റെ വചനത്തിലൂടെയാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വചനമാണ് ഇവിടെ പ്രഘോഷിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ആ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട്
സുവിശേഷം വായിക്കുന്നതിന് മുമ്പായിട്ട്. അതിനുശേഷം വിത്തു വിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്തു വിതയ്ക്കാൻ വന്നു, വയലിനു പകരം ഹൃദയനിലങ്ങൾ നൽകുക നിങ്ങൾ. എവിടെയോ പണ്ട് കേട്ടമാതിരി തോന്നുന്നുണ്ട്. സീറോ മലബാർ കുർബാനയിലെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പുള്ള ശുശ്രൂഷകളാണ്. പക്ഷേ ഇത് ആഘോഷമായ കുർബാനയിലാണ് അത് സാധിക്കുള്ളൂ. അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് വളരെ പ്രധാനമാണ്. മൃദരീ ശബ്ദം കേൾക്കിൻ, ജീവൻ നേടും സ്വർഗം പൂകും ചേലിൽ. കണ്ടോ, മൃദരീ ശബ്ദം. അപ്പോൾ ഇത് ആത്മീയമായി മരിച്ചവരാണെന്നുള്ളതാണ് വാസ്തവത്തിൽ. എന്നാൽ ഇത് നിരസിക്കിൽ ജീവിപ്പവരും മൃതരായി തീരും. ഇത് രാസകുർബാന ചെല്ലുമ്പോഴും പലപ്പോഴും ഇത് പകുതിയെ പാടാറുള്ളൂ. അവിടെയും നമ്മൾ സമയം ലാഭിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ശുശ്രൂഷകരോട് പാടുന്നവരോട്, ഞാൻ രാസകുർബാനയെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് അച്ഛൻ വരുമ്പോൾ ഞാൻ അവിടെ അകത്ത് ചെന്ന് പറയും, മോനെ ഈ ഗാനം മുഴുവൻ ആലപിക്കണം. ചമാച്ചന്മാരായിരിക്കും. ഞാൻ അവരോട് പറയും ഇത് മുഴുവനും ആലപിക്കണം. കാരണം ഇത് എപ്പോഴെങ്കിലും ഒന്ന് നമുക്ക് കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകട്ടെ. നിങ്ങൾ എൻ്റെ ഈ മൈ ഹെൽപ്പർ ഹോളി സ്പിരിറ്റിൻ്റെ പ്രേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിൽ നടത്തിയ ധ്യാനമുണ്ട്. അതിൽ ആ ധ്യാനം മുഴുവനും വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻ്ററിലോ ആ ഭാഗത്തെല്ലാം നടത്തിയ ധ്യാനങ്ങളിൽ, പാലായിൽ നടത്തിയ ധ്യാനങ്ങളിലെല്ലാം ഈ റാസ കുർബാനയെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം റാസ കുർബാന അർപ്പിക്കുന്നതുണ്ട്. അത് നിങ്ങൾ ഒന്ന് കേൾക്കണം. അതൊന്ന് വീഡിയോയിലൂടെ ഒന്ന് കൂട്ടണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കുർബാനയിലുള്ള വചന ശുശ്രൂഷയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. അതിനുശേഷം നമ്മൾ കുർബാനയുടെ വചന ശുശ്രൂഷയിൽ ലേഖന വായന, ഇത് ലേഖനത്തെക്കുറിച്ച്, പൗലോസ്ലീഹായുടെ ലേഖനത്തെക്കുറിച്ചുള്ള പ്രാധാന്യത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു അനുസ്മരണ ഗീതമാണ് സകലേശ്വരനാം ദൈവം ഭൂവിനുടയോൻ രാജമഹേശൻ തൻ്റെ സ്നേഹവിരുന്നിൽ ക്ഷീണമുള്ളോരേ. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്: പരിശോധിപ്പിൻ, നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മഞ്ഞിൽ, പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. കണ്ടോ, എന്നിട്ട് അതിൻ്റെ ഗദ്യഭാഗം വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ ഗദ്യഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: യാചിക്കുന്നവരുടെ മുമ്പാകെ സൗഭാഗ്യദായകമായ ഭണ്ഡാകാരം തുറന്നു വെച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, പാപികളെ നിങ്ങൾ വരുവിൻ, നിങ്ങളുടെ കടപ്പത്രം തിരികെ വാങ്ങിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. കണ്ടോ, നിങ്ങളുടെ സർവ്വ കടവും കഴിഞ്ഞു, അതെല്ലാം ഞാൻ അടച്ചു തീർത്തു. ആര്? കർത്താവ് ശോഭിക്കുക. നിങ്ങൾ കടപ്പത്രം തിരിച്ചു വാങ്ങുവിൻ. പള്ളി പറഞ്ഞാൽ മതി. അങ്ങനെയൊന്നും എളുപ്പം കടമൊന്നും തീരില്ല എന്ന് പറഞ്ഞ് നമ്മളിരിക്കണം. കർത്താവ് നമ്മളുടെ കടം അടച്ച് കടപ്പത്രം അവിടെ വൈകി വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും കടപ്പത്രം ക്യാൻസലാക്കി. അതാണ് നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മഞ്ഞിൽ, പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. ഇനി അതിൻ്റെ അവസാനമാണ്: നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. എന്താണ് മാതൃക?
ഇസ്രായേലിൻ തീഷ്ണൻ ശാവൂലിനയ നാഥൻ പരിചിൽ നേടി തിരുസഭ തന്നിൽ തീഷ്ണതയേറും മാതൃക നൽകാൻ. എന്താണ് മാതൃക? ശാവൂലെന്നായൂതൻ നിയമം ചാർത്തും തിരശീലകളാൽ അന്ധൻ, മിശിഹ അവനിൽ തന്നിയമത്താൽ കാഴ്ച പകർന്നു. അതാണ് സുവിശേഷം വായിക്കുന്നതിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് തന്നെ വർണ്ണിക്കുന്നത്. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നു, എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ, സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയ സഭയിൽ മത്തായി, മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കായി ഈജിപ്തിലെ സഭയിൽ, യോഹന്നാൻ എഫേസൂസിൽ, നാഥാ ജനതീ ഗ്രന്ഥം ധ്യാനുപ്പൂ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. ഓ ദൈവമേ, ഇതെല്ലാം കേട്ട് ആ ദൈവനിവേശിതമായ ദൈവം തന്നെയായ, അതാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്. എന്താണ് തിരുവചനം? അഗസ്തീനോസ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. 102-ാമത്തെ ഖണ്ഡികയിൽ അവസാനത്തെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ആരംഭം മുതലേ ദൈവത്തോടുകൂടി ദൈവമായിരുന്നവൻ. അതാണ് വചനം. ഗോഡ് വിത്ത് ഗോഡ്. എന്താണ് വചനം? ദൈവം മാത്രമല്ല, ദൈവത്തോടു കൂടിയുള്ള ദൈവം. ഭയങ്കരമാണത്. അപ്പോൾ ഈ ഇന്നും നമ്മുടെ ശുഷ്കിച്ച അവസ്ഥയുടെ, എന്നോട് ക്ഷമിക്കണം അത് പറയുന്നതിന്, ശുഷ്കിച്ച അവസ്ഥയുടെ കാരണം ദിവ്യ ബലിയിൽ നമ്മൾ വചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇതാ സഭ വളരെ പ്രത്യേകിച്ച് പറയാണ്, യേശുവിൻ്റെ ശരീരത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം വചനത്തിനും, വചനം മുറിക്കലിലും, വചന വ്യാഖ്യാനത്തിനും, വചനത്തിൻ്റെ വേണ്ടിയുള്ള ദാഹത്തിലും കൊടുക്കണം. അതിൻ്റെ നല്ലൊരു ഉദാഹരണം ഈശോ ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരോടുകൂടെ എമ്മാവൂസിലേക്ക് പോയത് ഒരു വിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ട് കണക്കാക്കാം. ഈശോ ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരോട് വചനം വ്യാഖ്യാനിച്ചു. അതാണ് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 42 എല്ലാവരിലും 42 അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം. അതാണ് കണ്ടോ, അതാണ് വചനം. അതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കണേ. കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന. ആ ഓർഡർ നോക്കിയേ. അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്ന് പറയുന്നതാണ് ഈ സുവിശേഷം, വചനം. അപ്പോൾ ക്രിസ്തീയ ജീവിത രീതിയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അതാണ് ഫസ്റ്റ്. അപ്പോൾ ഈ ഓർഡറാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അതായത് വിശുദ്ധ വചനം. ആ വിശുദ്ധ വചനം വായിക്കുക, ഭക്തിപൂർവം വായിക്കുക, അത് പ്രഘോഷിക്കുക, അതിനെ വ്യാഖ്യാനിക്കുക. അപ്പോൾ ഇവിടെയും 1100-ാം നമ്പർ, 1100-ാം നമ്പർ പെസഹ രഹസ്യങ്ങൾ സഭയിൽ, അതിൽ പറയുകയാണ് ദൈവവചനം. എന്നിട്ട് പറയുകയാണ് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് ജീവൻ നൽകിക്കൊണ്ട് സമൂഹത്തെ എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരെയും സഭയിലെല്ലാവരെയും രക്ഷാസംഭവത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ അർപ്പിക്കാൻ പോകുന്ന രക്ഷാകര രഹസ്യങ്ങൾ, ആ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് നമ്മളെ അവിടെ ഓർമ്മിപ്പിക്കുന്നത് ഈ വചനത്തിലൂടെയാണ്.
അതുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് പോയപ്പോൾ ഈശോ ഇതെല്ലാം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ അനുഭവം അവർ പിന്നീടാണ് പറഞ്ഞത്. അവൻ നമ്മളോട് വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ടായിരുന്നില്ലേ. എൻ്റെ വളരെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പുറത്ത് കുർബാനയ്ക്ക് പോകാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട അച്ഛൻ ഇവിടെ വന്ന് ബലിയർപ്പിച്ചു തരും. അപ്പോൾ ഉള്ളൊരു ഗുണം ഇതാണ്, ഞങ്ങൾ കൂടുതൽ സമയം ആ ബലിയർപ്പണത്തിൽ അന്നത്തെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ അവിടെ വചനം വായിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. അത് വലിയ ഒരു അനുഭവമാണ് എനിക്ക്. ഞാനത് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു ഈ ദിവസങ്ങളിൽ. ആ അച്ഛനും ഭയങ്കര അനുഭവമാണ്. കാരണം ഇടവപ്പള്ളിയിൽ ഇതേമാതിരിയൊന്നും വചനം വ്യാഖ്യാനിക്കാനേ സമയമില്ല. അപ്പോൾ അച്ഛൻ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ബലിയർപ്പണത്തിൽ ആ വചന വ്യാഖ്യാനം കൂടുതൽ സമയമെടുത്ത് ആ രക്ഷാകര രഹസ്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് വചനം വ്യാഖ്യാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം മുറിക്കൽ നടത്തുമ്പോൾ ദൈവമേ, എനിക്ക് ഈ ഇടയ്ക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കുദാശ വചനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു സ്വർഗീയ അനുഭവമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹപൂർവം നിങ്ങളുടെ വികാരി അച്ഛനോട് പറയാം, അച്ചോ ഞങ്ങൾക്ക് വിരോധമില്ല, ഒരു 10 മിനിറ്റ് എല്ലാ ദിവസവും വചനം പറയുന്നതിന്. മാർപ്പാപ്പ തന്നെ എല്ലാ ദിവസവും കുർബാനയിൽ വചനം പ്രഘോഷിക്കുന്നു മാർപ്പാപ്പ. അതാണ് നമ്മുടെ പള്ളിപ്രസംഗങ്ങളായിട്ട് നമ്മൾ തയ്യാറാക്കി അവതരിപ്പിച്ചിരിക്കുന്നത്. മാർപ്പാപ്പയുടെ പള്ളിപ്രസംഗങ്ങൾ എല്ലാ ദിവസവും മാർപ്പാപ്പ നൽകുന്ന വചനവിചിന്തനമാണ്. അത് തന്നെ ഒരു മോഡലായിട്ട് മാർപ്പാപ്പ തരികയാണ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഇത്രയും വലിയ നിധി, അതാണ് ആ വ്യാഖ്യാന ഗീതത്തിൽ നമ്മൾ കേട്ടു, ഇത് നിരസിപ്പോർ ജീവിപ്പവരും മൃതരീ ശബ്ദം കേൾക്കി. അല്ലോ, ലാസർ, മരിച്ചു കിടന്ന ലാസർ ഈ ശബ്ദം കേട്ടു, ലാസറേ പുറത്തു വരിക. യേശുവിൻ്റെ വചനമാണ്. ആ വചനം ലാസർ കേട്ടോ. മരിച്ച് ചീഞ്ഞ മനുഷ്യൻ. ഒന്ന് ആലോചിച്ചു നോക്ക് യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി. മൃതരീ ശബ്ദം കേൾക്കിൽ ജീവൻ നേടും സ്വർഗം പൂകും ചേലിൽ. അപ്പൊ ഇത് ശരിക്കും ഫിസിക്കലായിട്ട് മരിച്ച മനുഷ്യരാണ്. നൈനിലെ വിധവയുടെ മകൻ മരിച്ചു, ശവമഞ്ചത്തിലാണ്. ഈശോ ആ ശവമഞ്ചത്തെ തൊട്ടുകൊണ്ട് പറഞ്ഞു, യുവാവേ ഉണരുക. ഇതാ യുവാവ് മരിച്ച യുവാവ് എഴുന്നേറ്റ് വരുന്നു. താലിത്താക്കും, ബാലിയേ ഉണരുക. യേശുവിൻ്റെ വചനം ദൈവം നമ്മോട് കൂടെയെന്ന ആ ദൈവത്തോടു കൂടെ ആയിരുന്നവൻ ദൈവം തന്നെയാണ്. അപ്പോൾ ഒന്ന് ശരിക്കും ഫിസിക്കലായി മരിച്ച ആള് എഴുന്നേറ്റ് വരുന്നത് കണ്ടോ. ഇനി ആത്മീയമായി മരിച്ച ആളുകൾ, അതാണ് പാപം മൂലം മരിച്ചു, അവരും ഈ ശബ്ദം കേട്ടാൽ ജീവൻ നേടും, ജീവൻ നേടും. ഇനി അത് നിരസിപ്പോരോ, ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരായി തീരും. അതാണ് നമ്മുടെ, ക്ഷമിക്കണം, കുറേ പേരുടെയൊക്കെ അവസ്ഥ. ഇപ്പോൾ പണ്ടൊക്കെ പറയും, അത് പള്ളിയിൽ പ്രസംഗം തുടങ്ങിയിട്ടുള്ളൂ, സാരമില്ല, അത് കഴിഞ്ഞിട്ട് ചെന്നാലും മതി. അപ്പോൾ ചിലവരെല്ലാം പള്ളിയുടെ പുറത്തിങ്ങനെ നിന്നുകൊണ്ട് സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ നിൽക്കും. പ്രസംഗം കഴിഞ്ഞിട്ട് ചെന്നാൽ മതി, കുർബാന അപ്പോഴല്ലേ ആവുള്ളൂ എന്നുള്ള മാതിരിയാണ്. അതാണ് പെരുന്നാൾ കുർബാനയ്ക്കാണെങ്കിൽ പിന്നെ ഇത്രയും നീളത്തിൽ അവിടെ പോയിരിക്കാം, ഇത്രയും നീളമുള്ള കുർബാന, ഇത്രയും നേരം അവിടെ പള്ളിയിൽ പോയിരിക്കുമോ? ആണ് ദൈവം തരുന്ന നിധി. ദൈവം തരുന്ന ഇത്രയും വലിയ നിധി വാങ്ങാൻ നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ല, നമുക്ക് സമയമില്ല. ഈ മൊഴി നിങ്ങൾ കേൾക്കിൽ ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ ഈശ
സദ്ഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. പ്രൈസ് ദ ലോർഡ്. ഇതൊരു നിധിയാണ്. അപ്പം നമ്മൾ കുറേ പേരെങ്കിലും ഇതിന് ഒരു ശുഷ്കാന്തി ഉണ്ടാകണം. ഇതൊരു ശുഷ്കാന്തി ഉണ്ടാകണം. നമ്മുടെ ഇടവകയിൽ ഈ വചനം മുറിക്കലിന് പെട്ടെന്ന് ഓടിച്ച് ഏറ്റവും ചെറിയ ഭാഗം വായിച്ച് അത് ലോങ് ഗോസ്പൽ, അത് നീളമുള്ളത് 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഫുൾ ഭാഗം വായിക്കാം, അല്ലെങ്കിൽ ചെറുതാക്കാം. ഇത് തക്സയിൽ തന്നെയുണ്ട് അതിൻ്റെയൊക്കെ ഭാഗങ്ങൾ. അപ്പോൾ അറിയാം എല്ലാവരും ഇത്ര നീളമുള്ളത് വായിക്കില്ല. അതുകൊണ്ട് ഒരു ഷോർട്ട് വെർഷനുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതെടുക്കും കുർബാനയിൽ? ഷോർട്ട് എടുക്കും. സമയം, നമ്മൾ സമയത്തെ കുറച്ച് കാര്യം നേടാനുള്ള ഇതിലാണ്. ഏറ്റവും വലിയ നിധി കിട്ടുന്നതിന് നമ്മൾക്ക് ജ്ഞാനമില്ലാതായിപ്പോയി. ഏറ്റവും വലിയ നിധി ഈ വചനം മാംസമായി അവതരിച്ച ആ വചനത്തെ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഹൃദയത്തിൽ മാംസമായി അവതരിക്കാൻ പോവുകയാണ്. എന്നാൽ ആ നിധി നമുക്ക് സ്വീകരിക്കാൻ നമ്മൾ വേണ്ട മാതിരി ഒരുങ്ങുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദൈവവചനം, പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് ജീവൻ നൽകിക്കൊണ്ട് സമൂഹത്തെ രക്ഷാസംഭവത്തിൻ്റെ അർത്ഥത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു. എന്താണ്? അപ്പോൾ അതാണ് കുർബാനയിലെ പ്രധാന കാര്യം. ഈ രക്ഷാസംഭവത്തിൻ്റെ ഓർമ്മയാണ് ഈ കുർബാന മുഴുവനും. അതിൻ്റെ അനുസ്മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബർത്ത്ഡേ അനുസ്മരിക്കുന്ന മാതിരിയല്ല. വിശുദ്ധ ബലിയുടെ അനുസ്മരണം ജീവിത ബലി തന്നെ അവിടെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. ആ പുനരാവിഷ്കരണത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഈ വചനം തന്നെ പൂർണ്ണമായിട്ട് മനുഷ്യനായി അവതരിച്ച ആ സംഭവത്തിൻ്റെ പുനരാവിഷ്കരണം. അതേ വചനം നമ്മൾ വിചിന്തനം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെ അത് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോഴാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുകയും ജീവിതത്തിൽ പകർത്തപ്പെടുകയും ചെയ്യേണ്ടതിനാണ്. അങ്ങനെ ജീവിതത്തിൽ പകർത്തപ്പെടുമ്പോഴാണ് വചനം മാംസമായി. ഇനി പറയാണ്, ലിറ്റർജിയുടെ ആഘോഷത്തിൽ വിശുദ്ധ ലിഖിതത്തിന് പരമ പ്രാധാന്യമുണ്ട്. ശ്രദ്ധിക്കണം. വായിക്കാനും പ്രസംഗത്തിൽ വിശദീകരിക്കാനുമുള്ള വായനകളും ആലപിക്കാനുള്ള സങ്കീർത്തനങ്ങളും, അതാണ് ആ സങ്കീർത്തനം വിശുദ്ധ വചനമാണ്, ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളാണ്. പക്ഷെ ആ നേരത്ത് ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നതിലല്ല നമ്മുടെ ബുദ്ധി. അതല്ല സ്നേഹമുള്ളവരെ. എനിക്ക് ഭയങ്കര വേദനയാണത്. പള്ളിയിലെ പാട്ടുകാരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന പാടാനുള്ള കഴിവ് മാത്രമല്ല, അതേതെങ്കിലും പാട്ട് പാടുന്നതിലല്ല. ലിറ്റർജിക്ക് അതിൻ്റേതായ കുർബാന പുസ്തകത്തിൽ ഇന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ പാടുന്നതിലാണ്. സങ്കീർത്തനങ്ങൾ പാടണം. പ്രാർത്ഥനകളും സമാഹരണ പ്രാർത്ഥനകളും, കളക്ഷൻ ഓഫ് പ്രെയർ, ഗീതങ്ങളും അവയുടെ പ്രചോദനവും ശക്തിയും സ്വീകരിക്കുന്നതും അതിൽ നിന്നാണ്. അതാണ് ഈ സമാഹരണ പ്രാർത്ഥനകൾ ഈ വചനത്തിൽ നിന്ന് ഉൾപ്പെട്ടുകൊണ്ടാണത് നമ്മൾ അർപ്പിക്കുന്നത്. കർമ്മങ്ങളും അടയാളങ്ങളും അവയുടെ അർത്ഥം സ്വീകരിക്കുന്നതും അതിൽ നിന്നാണ്. അപ്പോൾ ഈ വചനത്തിൽ നിന്നാണ് കർമ്മങ്ങളും അവയുടെ അർത്ഥങ്ങളും സ്വീകരിക്കുന്നത്. പള്ളി പറഞ്ഞാൽ മതി ഇതൊക്കെ എന്ന് സംഭവിക്കും എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉണങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾക്ക് സ്ഥാപിക്കാൻ സാധിക്കണം. ഇവിടെയാണ് സഭയുടെ ജീവൻ. അതുകൊണ്ടാണ് ഇത് വളരെ വളരെ നിരാശകരമായൊരവസ്ഥയാണ് ഈ മേഖലയിൽ. നമ്മൾ വിശ്വാസികൾ തന്നെയാണ് അതിന് ഉത്തരവാദി. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടല്ലേ. ഒരു മലങ്കര കുർബാനയിൽ ആണെങ്കിൽ അവർ ആ സമയം ലാഭിക്കാൻ വേണ്ടി വല്ലതും ചെയ്യുമോ? കാരണം അവർ മുഴുവൻ സമയമെടുത്ത് കുർബാന ചെല്ലും. ഓർത്തഡോക്സ് ലിറ്റർജിയിലായാലും 1.5 മണിക്കൂർ കുർബാന അർപ്പിക്കുന്നു അവർ. അപ്പം പറയും അവർ എല്ലാ ദിവസവും ഒന്നും അർപ്പിക്കുന്നില്ല. ഇങ്ങനെ ഓരോ മുടന്ത ന്യായങ്ങളാണ്. എന്നിട്ട് നമ്മൾ ഈ ജീവൻ്റെ വചനത്തിന് സമയം കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്തത്
1184 കണ്ണികയാണ്. ഉണ്ടോ? മെത്രാന്റെ സിംഹാസനം, കത്തീഡ്ര അല്ലെങ്കിൽ വൈദികന്റെ ഇരിപ്പിടം, അദ്ദേഹം സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിൻ്റെ, പ്രാർത്ഥന നയിക്കുന്നതിൻ്റെ ധർമ്മത്തെ പ്രകടമാക്കണം. ഇനി അടുത്തത് വചനവേദി. അതിന് അമ്പു അല്ലെങ്കിൽ വചനവേദി. വചന ശുശ്രൂഷയുടെ സന്ദർഭത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ആകർഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുവാൻ ഉചിതമായ ഒരു സ്ഥാനം ദേവാലയത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവവചനത്തിൻ്റെ മഹത്വം ആവശ്യപ്പെടുന്നു. കണ്ടോ? ഇതെല്ലാം സഭയുടെ പ്രബോധനങ്ങളിലുള്ളതാണ്. ആ വചനവേദി. അപ്പോൾ വചനവേദി, ബലിവേദി, 2 വേദികളാണ്. വചനവേദിയിൽ നിന്നും വചനം മുറിച്ച് നൽകപ്പെടുന്നു, ബലിവേദിയിൽ നിന്നും ഈശോയുടെ ശരീരം മുറിച്ച് നൽകപ്പെടുന്നു. അത് വാസ്തവത്തിൽ രണ്ടും ഒരു വേദി തന്നെയാണ്. എന്നാൽ അത് കൂടുതൽ വചനവേദിയിൽ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ അർത്ഥം സന്ദർഭത്തിൽ, വചനശുശ്രൂഷ സന്ദർഭത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി തുടർന്ന് 1378 ഇത് ദിവ്യകാരുണ്യ ആരാധനയെക്കുറിച്ചാണ്. അതിവിടെ പറയുന്നതിൻ്റെ അർത്ഥം ഈ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് കൊടുക്കുന്ന അതേ മഹത്വം വചനത്തിനും കൊടുക്കണം. അതാണ് സീറോ മലബാർ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇവിടെ 1378 ദിവ്യകാരുണ്യ ആരാധന. മുമ്പ് നമ്മൾ ദൈവവചനം അതിനെക്കുറിച്ച് കേട്ടു. അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതുപോലെ തന്നെ വചനത്തിനും ദിവ്യകാരുണ്യത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ്. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിലുള്ള ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ നമുക്കുള്ള വിശ്വാസം കുർബാനയുടെ ആരാധനക്രമത്തിൽ പല രീതികളിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. കർത്താവിനെ ആരാധിക്കുന്നതിൻ്റെ അടയാളമായി മുട്ടുകുത്തുന്നതും നന്നായി കുമ്പിടുന്നതും അവയിൽപ്പെടുന്നു. കത്തോലിക്ക സഭ ദിവ്യകാരുണ്യ കൂദാശയ്ക്ക് കുർബാനയുടെ സമയത്ത് മാത്രമല്ല, കുർബാനയ്ക്ക് പുറമേയും ആരാധന അർപ്പിച്ചിരുന്നു, ഇപ്പോഴും അർപ്പിക്കുന്നു. കൂദാശ ചെയ്യപ്പെട്ട ഓസ്തികൾ ഏറ്റവും ശ്രദ്ധയോടെ സൂക്ഷിച്ചുകൊണ്ടും വിശ്വാസികളുടെ ആഘോഷപൂർവമായ ആരാധനയ്ക്ക് അവ പ്രദർശിപ്പിച്ചുകൊണ്ടും അവയെ സംവഹിച്ച് പ്രദക്ഷിണം നടത്തിക്കൊണ്ടും ഇത് ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന സാരാംശം ഇതാണ്: വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിൻ്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു. കാരണം ദൈവവചനത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും ഏകമേശയിൽ നിന്ന് നിരന്തരം സ്വീകരിക്കുന്ന ജീവൻ്റെ അപ്പം വിശ്വാസികൾക്ക് അനവരതം നൽകുന്നതിൽ നിന്ന് സഭ ഒരിക്കലും വിരമിക്കുന്നില്ല. അടുത്ത പാരഗ്രാഫ് 104 ഒന്ന് വായിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ നിരന്തരം തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. പ്രൈസ് ദ ലോർഡ്. തൻ്റെ പോഷണവും ശക്തിയും. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ വെറും മാനുഷിക വചനമായിട്ടല്ല സഭ സ്വീകരിക്കുന്നത്. പ്രത്യുത അത് യഥാർത്ഥത്തിലായിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ടാണ്. 1 തെസ്സലോനിയർ 2:13. തുടർന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു. അത് 2-ാം വത്തിക്കാൻ സുനോദോസിലെ ഡൈവർബം 21. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു. അതാണ് നമ്മൾ 1 തെസ്സലോനിക്കർ 2:13. ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല. കണ്ടോ? വിശ്വാസികളായ നിങ്ങളിൽ
പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അതിന് ഞങ്ങൾ നിരന്തരം ദൈവത്തിന് നന്ദി പറയുന്നു. അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രബോധനം. നമുക്കപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിനും വിശുദ്ധ വചനത്തിനും നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം നമ്മൾ ഈ വർഷത്തിൻ്റെ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്? നമ്മൾ പൗലോസ്ലീഹയുടെ ആ ലേഖന ഭാഗം അതെന്താണ്? എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകയാൽ, ഇത്രയും മാത്രം എടുക്കുക. അപ്പോൾ അതെവിടെ നിന്നാണ് നമുക്കത് മനസ്സിലാവുന്നത്? ദൈവവചനത്തിൽ നിന്നാണ്. അപ്പോൾ ആ ദൈവവചനത്തിനെ ഇതുപോലെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണെന്ന് നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ കാര്യം വിശുദ്ധ കുർബാനയിൽ ഇത് എല്ലാ ഇടവകകളിലും എല്ലാ വൈദികരും ഇത് മനസ്സിലാക്കാനും ഇടവക ജനം തന്നെ ഇത് മനസ്സിലാക്കാനും അങ്ങനെ വിശുദ്ധ വചനം ഈശോയുടെ വചനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നലെ മുതൽ ആരംഭിച്ച പ്രാർത്ഥനയാണ്. ഈ മതബോധനത്തിൽ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാ മതബോധന അധ്യാപകരും വൈദികരും സന്യസ്തരും ബിഷപ്പുമാർ വരെ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ഉണർവ് സഭയിലുണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.